Hello everyone, welcome back to ComClass 101 channel. So today we are discussing the second chapter of the quantitative techniques, correlation. So let's see its meaning and definition. Correlation coefficients are used in statistics to measure how strong relationship is between two variables. സോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. So the two variables are said to be correlated if a change in one variable results on a corresponding change in the other variable. ഒരു വേരിയബിളിലുണ്ടായ ചേഞ്ച് മൂലം വേറൊരു വേരിയബിളിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ രണ്ട് വേരിയബിൾസിനെ നമുക്ക് എന്ത് പറയാം, കോറിലേറ്റഡ് ആണെന്ന് പറയാം. So the definition given by A.M. Terrell is the analysis of covariation of two or more variables is usually called correlation. സോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വേരിയബിൾസ് തമ്മിലുള്ള ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ചേഞ്ചിൻ്റെ ഒരു അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, കോറിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ദി സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആൻഡ് ഓൾസോ ദി ഡയറക്ഷൻ ഓഫ് ദെയർ റിലേഷൻഷിപ്പ് വിച്ച് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇത് ഒരു രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ്റെ സ്ട്രെങ്ത്തും അതേപോലെ ഡയറക്ഷനൊക്കെ മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. സോ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഓൺ ദി ബേസിസ് ഓഫ് ഡയറക്ഷൻ കോറിലേഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കോറിലേഷൻ. സോ ഡയറക്ഷൻ്റെ ബേസിസിൽ നമുക്ക് കോറിലേഷനെ നെഗറ്റീവും അതേപോലെ തന്നെ പോസിറ്റീവായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദി കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി പോസിറ്റീവ് വെൻ ദി വേരിയബിൾ മൂവ് ടുവേർഡ്സ് ടുഗെദർ ദി സെയിം ഡയറക്ഷൻ. രണ്ട് വേരിയബിൾസ് ഒരേ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോറിലേഷനെ പോസിറ്റീവ് എന്ന് വിളിക്കാം. ദി കോറിലേഷൻ സെറ്റ് ടു ബി നെഗറ്റീവ് വെൻ ദേ മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഇപ്പോൾ രണ്ട് വേരിയബിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ കോറിലേഷനെ നെഗറ്റീവ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ ഈസ് സെറ്റ് ടു ബി ലീനിയർ വെൻ ദി റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ടു വേരിയബിൾ ഈസ് കോൺസ്റ്റൻറ്റ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള മാറ്റത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് കോറിലേഷനെ ലീനിയർ എന്ന് വിളിക്കാം. ഇഫ് ദി വാല്യൂ ഓഫ് ദി ടു വേരിയബിൾസ് ഹാവിംഗ് ലീനിയർ കോറിലേഷൻ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്, എ സ്ട്രേറ്റ് ലൈൻ വിൽ ബി ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂ ലീനിയർ കോറിലേഷനുള്ള രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. In a non-linear correlation, the amount of change in one variable does not bear a constant ratio of the amount of the change in the other. ഇപ്പോൾ ഒരു വേരിയബിളിലുള്ള മാറ്റം മറ്റൊരു വേരിയബിളിൻ്റെ മാറ്റത്തിൻ്റെ amount of ratioനെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റം ഇല്ലെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. ആൻഡ് ഇഫ് ദി വാല്യൂ ഓഫ് ദി ടു വേരിയബിൾസ് ഹാവിംഗ് നോൺ ലീനിയർ കോറിലേഷൻ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്, ദി ഗ്രാഫ് വിൽ ബി ഇൻ ദി ഷേപ്പ് ഓഫ് എ കർവ്. അപ്പോൾ നോൺ ലീനിയർ കോറിലേഷനുള്ള രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കർവ് ഷേപ്പ് ആയിരിക്കും. ലാസ്റ്റ് വരുന്ന ടൈപ്പാണ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇൻ സിമ്പിൾ കോറിലേഷൻ ദി കാൽക്കുലേഷൻ ഓഫ് ഇസ് ഡൺ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഓൺലി. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കാൽക്കുലേഷൻ മാത്രമാണെങ്കിൽ അതിന് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. If more than two variables are studied simultaneously, it is called multiple correlation. രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസ് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് വിളിക്കും. ആൻഡ് ദി സ്റ്റഡി ഓഫ് ടു വേരിയബിൾസ് ബൈ എക്സ്ക്ലൂഡിങ് സം ഓഫ് ദി എക്സിസ്റ്റിംഗ് വേരിയബിൾ ഇസ് കോൾഡ് പാർഷ്യൽ കോറിലേഷൻ. സോ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾസൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ട് രണ്ട് വേരിയബിൾസിന് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിനാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് യൂസസ് ഓഫ് കോറിലേഷൻ. എക്കണോമിക്സ് യൂസ് ഇറ്റ് ടു സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ലൈക്ക് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇൻകം ആൻഡ് കൺസപ്ഷൻ എക്സെട്ര. സോ എക്കണോമിസ്റ്റുകൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ വേരിയബിൾസ് ആയ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇൻകം ആൻഡ് കൺസപ്ഷൻ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനാണ്. Businessmen use it to study relationship between advertisement and sales, wages and productivity, etc. So businessman correlation യൂസ് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ്, വേജസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനാണ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ മെഷറിംഗ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ലൈക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, പ്രൈസ് ആൻഡ് ഡിമാൻഡ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് എക്സെട്ര. സോ നമുക്ക് മനസ്സിലായി എന്താണ് കോറിലേഷന്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, പ്രൈസ് ആൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡൊക്കെ പറഞ്ഞിട്ടുള്ള വേരിയബിൾസിന് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ സ്റ്റഡി ചെയ്യാനും അതേപോലെ തന്നെ മെഷർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
കോറിലേഷൻ ഈസ് യൂസ്ഡ് ആസ് ദി ബേസിസ് ഓഫ് കാൽക്കുലേറ്റിംഗ് റിഗ്രഷൻ. അതേപോലെ തന്നെ റിഗ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കോറിലേഷൻ ഒരു ബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന യൂസസ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. സോ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് കോറിലേഷൻ ആണ്. ദി എക്സിസ്റ്റൻസ് ഓഫ് കോറിലേഷൻ ഡസൻ ഇൻഡിക്കേറ്റ് ദി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. കോറിലേഷൻ്റെ എക്സിസ്റ്റൻസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെ യാതൊരു തരത്തിലും സൂചിപ്പിക്കുന്നില്ല. അതായത് കോറിലേഷനും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പും രണ്ടും രണ്ടാണ്. ആൻഡ് സെക്കൻഡ് വൺ, കോറിലേഷൻ കോഎഫിഷ്യന്റ് അസ്യൂംസ് ലീനിയർ റിലേഷൻഷിപ്പ് റിഗാർഡ്ലെസ് ഓഫ് ദി അസംപ്ഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്. ഇപ്പോൾ നമ്മുടെ അസംപ്ഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിലും കോറിലേഷൻ കോഎഫിഷ്യന്റ് എപ്പോഴും എന്താണ്, ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും കൂടുതൽ അസ്യൂം ചെയ്യുക. ആൻഡ് എക്സ്ട്രീം ഐറ്റംസ് ഓഫ് വേരിയബിൾസ് ആർ ബീൻ അൺഡ്യൂലി ഓപ്പറേറ്റഡ് ഓൺ കോറിലേഷൻ കോഎഫിഷ്യൻസ്. സോ ഓരോ വേരിയബിൾസിൻ്റെ എക്സ്ട്രീം വാല്യൂസും അതേപോലെ തന്നെ ഐറ്റംസൊക്കെ അനാവശ്യമായിട്ടാണ് ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. The last section of the class is correlation and cohesion. There are several possibilities for the existence of correlation between two variables x and y. സപ്പോസ് നമ്മൾ രണ്ട് വേരിയബിൾസ് എടുക്കുകയാണ് എക്സ് ആൻഡ് വൈ. സോ ഈ എക്സ് ആൻഡ് വൈ തമ്മിലുള്ള കോറിലേഷൻ ഉണ്ടാവാൻ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. എ, എക്സ് ഇൻഫ്ലുവൻസസ് വൈ. ഒന്നുകിൽ എക്സ് ആയിരിക്കും വൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ബി, വൈ ഇൻഫ്ലുവൻസസ് എക്സ്. അല്ലെങ്കിൽ വൈ ഇൻഫ്ലുവൻസസ് ദി എക്സ് ആയിരിക്കും. അല്ലെങ്കിൽ സി, എക്സ് ആൻഡ് വൈ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വൺ ഓർ മോർ അഡീഷണൽ വേരിയബിൾസ്. സിൻ്റെ കേസിൽ ഒന്നെങ്കിൽ ഒന്നോ അതിൽ കൂടുതൽ അഡീഷണൽ വേരിയബിൾസ് ആയിരിക്കും എക്സ് ആൻഡ് വൈ തമ്മിലുള്ള കോറിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആൻഡ് ഡി, ദി റിലേഷൻ ഒബ്സർവ്ഡ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ വാസ് എ ചാൻസ് എറർ. Therefore, a strong correlation doesn't imply that one of the given variable is the cause and the other is the effect. സോ ഇത് തന്നിരിക്കുന്ന വേരിയബിൾ കോസും അതേപോലെ തന്നെ അതിൻ്റെ മൂലം ഉണ്ടായ മറ്റൊരു വേരിയബിൾ അതിൻ്റെ എഫക്റ്റും ആണെങ്കിൽ എന്താണ്, അവിടെ സ്ട്രോങ് കോറിലേഷൻ ഇംപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദി പ്രസൻസ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വെൻ ദി വാല്യൂ ഓഫ് വൺ വേരിയബിൾ ചേഞ്ചസ് ഇൻ വൺ ഡിറക്ഷൻ ദി വാല്യൂ ഓഫ് ദി അതർ വേരിയബിൾ ചേഞ്ചസ് ഐദർ ഇൻ സെയിം ഡിറക്ഷൻ ഓർ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സോ രണ്ട് വേരിയബിൾസായ എക്സ് ആൻഡ് വൈ തമ്മിലുള്ള കോറിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഒരു ഡയറക്ഷനിലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ചേഞ്ച് ചെയ്യുക.